രാഷ്ട്രീയ എതിരാളികൾ പോലും ശ്രദ്ധയോടെയും ആദരവോടെയും കരുതലോടെയും സമീപിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ്. എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. സ്വരാജ് ഉള്ളത് ചുങ്കത്രയിലാണ്. സ്വരാജിൻ്റെ പഠനകാലം, SFI കാലമൊക്കെ ഉണ്ടായിരുന്ന ചുങ്കത്ര, ഒട്ടേറെ സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെയുള്ള ചുങ്കത്ര LDFിനെ സംബന്ധിച്ചും ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ. സ്വരാജിനെ കാണാൻ ഇവിടേക്കാണ് വന്നത്. അല്പസമയത്തിനകം സ്വരാജ് ഇവിടെ എത്തും. സ്വരാജുമായി സംസാരിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടവും കടന്ന് സ്വരാജിനൊപ്പം കുറച്ചധികം നേരം. സ്ഥാനാർത്ഥിയായി സ്വരാജ് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം നൽകണമേ എന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നിട്ട എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവും ആണ് ഈ പര്യടന പരിപാടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാട്ടിച്ചിറയിലും അത് ദൃശ്യമാണ്. ഇവിടെയെല്ലാം എത്രയോ തവണ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയോടൊപ്പവും പൈലറ്റ് വാഹനത്തിലും പ്രചരണ ജാഥകളിൽ പ്രസംഗിക്കാനും ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അന്നെല്ലാം ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കൂടുതൽ ആവേശത്തോടെ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഐക്യദാർഢ്യവുമായി കടന്നു വരുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നിയോജക മണ്ഡലത്തിലെ ചുങ്കത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അദ്ദേഹം പഠിച്ച മാർത്തോമ കോളേജ് ഒരുപാട് പരിചയക്കാരും സൗഹൃദങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പാർലമെൻ്ററി പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ചുമതലപ്പെടുത്തുന്ന ഒരു ഘടകം മാത്രമാണ്. പക്ഷേ നാട്ടിൽ വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും കാലത്ത് മനസ്സിലുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. UDFകാർ യഥാർത്ഥത്തിൽ നിലമ്പൂർ വന്ന് മത്സരിക്കുന്ന സ്വരാജിനെ കുറിച്ച് ഓർത്ത് അല്പം അസ്വസ്ഥപ്പെടുന്നുമുണ്ടല്ലോ. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ അങ്ങനെ എൻ്റെന്നല്ല, പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാർ പാർലമെൻ്ററി പ്രവർത്തനത്തിനും പാർലമെൻറ്റേതര പ്രവർത്തനത്തിനും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ മറ്റു വലതുപക്ഷ പാർട്ടികളെ പോലെ തെരഞ്ഞെടുപ്പിന് പരമപ്രാധാന്യം കൊടുക്കുന്നവരല്ല. ആ നിലയിലാണ് തെരഞ്ഞെടുപ്പുകളെ തന്നെ കാണുന്നത് നമ്മുടെ ഒരു ആശയ പ്രചരണത്തിൻ്റെ ഒരു ഉപാധി എന്ന നിലയിലാണ്. പക്ഷേ കേരളം പോലെ ചില പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ കുറെ കൂടി രാഷ്ട്രീയ പ്രബുദ്ധതയും മറ്റുള്ള നാടായതുകൊണ്ട്, ഉയർന്ന സാക്ഷരതയൊക്കെ ഉള്ള നാടായതുകൊണ്ട് ഇടതുപക്ഷം പലപ്പോഴും ജയിച്ചു വരാറുണ്ട്. കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്കും നാടിനും ക്ഷേമകരമായ ചില കാര്യങ്ങളെങ്കിലും ചെയ്യുക എന്നതിലാണ് ഇടതുപക്ഷ പാർലമെൻ്ററി പ്രവർത്തനം. ഞാനങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ പൊതുവായി ഉയർന്നു വന്ന സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ മത്സരിക്കണം എന്ന അഭിപ്രായം പാർട്ടിയിൽ ഉയർന്നു വരികയും പാർട്ടി തീരുമാനിക്കുകയും ചെയ്തപ്പോഴാണ് മത്സരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജന്മനാട്ടിലാവുന്നു. ഈ ചുങ്കത്ര എന്ന് പറയുമ്പോൾ അവിഭക്ത ചുങ്കത്ര പഞ്ചായത്ത്, അത് വിഭജിക്കുന്നതിന് മുൻപുള്ള ചുങ്കത്ര പഞ്ചായത്തിലാണ് എൻ്റെ ജനനം. ഞാൻ ജനിക്കുന്നത് ചുങ്കത്ര പഞ്ചായത്തുകാരനായിട്ടാണ്. പിന്നീട് ചുങ്കത്ര പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും എടക്കര പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും ചേർത്താണ് പോത്തുകല്ല് പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. അപ്പം ഞാൻ പോത്തുകല്ല് പഞ്ചായത്തുകാരനായി. പക്ഷേ പഴയ ചുങ്കത്ര പഞ്ചായത്തിലാണ് ജനനം, വളർന്നത്. ഇവിടെയാണ് ചുങ്കത്ര മാർത്തോമ കോളേജ്. എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം 5 വർഷക്കാലം. അതെ, അക്കാലത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒക്കെ ഈ ഒരു നാട് കേന്ദ്രീകരിച്ചു കൂടിയായിരുന്നു. അപ്പോൾ അന്ന് ഉള്ള ധാരാളം സുഹൃത്തുക്കൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, ഇവിടെ പൊതുരാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അവരെല്ലാം ആയി വളരെ വലിയ അടുപ്പവും സ്നേഹബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ തന്നെ ഈ ഇവിടെ ഇതുപോലെ തെരഞ്ഞെടുപ്പുകൾക്ക് സ്ഥാനാർത്ഥിക്കൊപ്പം വന്നത്, പൈലറ്റ് വാഹനത്തിൽ വന്ന് പ്രസംഗിച്ചു പോയത് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതെ, അതിൽ 96 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
പ്രൊഫസർ എം തോമസ് മാത്യു ആണെന്ന് LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. അദ്ദേഹം എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു, എൻ്റെ കോളേജ് അധ്യാപകനായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് ഒഴികെ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഞാൻ മറ്റൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയോടൊപ്പമോ സ്ഥാനാർത്ഥിയുടെ പൈലറ്റ് വാഹനത്തിൽ പ്രസംഗിക്കാനോ ആയി സ്ഥിരമായി വന്നിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ നിലയിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആവേശഭരിതരാക്കുന്ന അതാണ്. പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് മുൻകാലങ്ങളിലെല്ലാം ഓരോ സ്ഥലത്തെയും രാഷ്ട്രീയ സ്വഭാവങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഓരോ സ്ഥലത്തും ഇപ്രാവശ്യത്തെ സ്വീകരണം ലഭിക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാവും. അത് വളരെ പ്രകടമാണ്. അത് ഇടതുപക്ഷക്കാരല്ലാത്ത ചിലരും നമ്മുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആ മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി സംസാരിക്കുന്ന ഘട്ടം മുതൽ ഇത് പറയുന്നുണ്ടായിരുന്നു. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം കൂട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് പറയാമോ? അല്ല, അതിൽ ഇപ്പോൾ മറ്റേ കഴിഞ്ഞ ദിവസം തന്നെ സഹപാഠികളായിരുന്നവർ, അതുപോലെ എൻ്റെ അധ്യാപകർ, അങ്ങനെയുള്ളവരെല്ലാം കൂടി ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ പങ്കെടുത്ത പലരും മറ്റേ രാഷ്ട്രീയമായി വ്യത്യസ്ത നിലപാടുള്ളവരാണ്. അതിൽ അവിടെ യൂണിയൻ ഭാരവാഹികളായി ജയിച്ചവർ, ഇപ്പോൾ തന്നെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അത് പൊതുവായുള്ളൊരു അനുഭവമാണ്. നിരവധി പൂക്കളും ഒക്കെയായി ഒരു പുഷ്പസാന്ദ്രമായ സ്വീകരണമാണ്. ONV പണ്ട് എഴുതുന്നുണ്ട്, വാക്കുകൾക്കാവാത്തത് ഈ പുഷ്പത്തിനായെങ്കിലോ കേൾക്കൂ നീ അതിലെൻ്റെ ഹൃദയം വായിച്ചുവോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചാൽ ഒരു പൂവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം പകുത്തു നൽകുക എന്നതിന് തുല്യമാണ് എന്നാണ്. അപ്പൊ ഇടതുപക്ഷത്തിന് ഹൃദയം പകുത്തു നൽകുന്നതിൻ്റെ സാക്ഷ്യപത്രമായാണ് ഇവിടെ നിങ്ങൾ പൂക്കൾ നൽകിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കടന്നു വരുമ്പോൾ വലിയ ആഹ്ലാദവും അഭിമാനവുമെല്ലാം ഉണ്ട്. ഇവിടെ വേദിയിലിരിക്കുന്ന ബേബി സാറ് എൻ്റെ അധ്യാപകനാണ്. എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ അധ്യാപകനാണ് ഇരിക്കുന്നത്. സദസ്സിൽ മുന്നിലിരിക്കുന്ന മാത്യു സാറ് എൻ്റെ അധ്യാപകൻ്റെ പിതാവാണ്. അനിൽ ഭാഷ് എന്നെ 10ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ച അധ്യാപകനാണ്. അപ്പോൾ ഗുരുക്കന്മാരുടെ എല്ലാം പൂർണ്ണമായ പിന്തുണ ഈ സമരരംഗത്ത് വലിയ കരുത്തും ആവേശവും പകർന്നു നൽകുകയാണ് സത്യ സാറോട്. പിന്നെ മുൻപിലേക്ക് നോക്കിയാൽ കാണുന്ന മുഖങ്ങളിൽ കുറേ പേർ സഹപാഠികളോ സഹപ്രവർത്തകരോ ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന കാലത്ത് ഇവിടെ രക്ഷിതാക്കളായിരുന്ന ആളുകൾ. ഗോപിയച്ഛൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് കേട്ടോ. പിന്നെ അതെ, വളരെ അടുത്ത സുഹൃത്താണ്. അതെ, ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയി കൂട്ടുകൂടി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് അടുപ്പമുള്ളതാണ്. നന്നായി. അച്ഛൻ പുസ്തകം തന്നു എന്ന് മാത്രമല്ല, ഗ്രന്ഥകാരൻ എനിക്ക് വളരെ ഹൃദയബന്ധമുള്ള ആൾ കൂടിയാണ്. എനിക്ക് വളരെ ബഹുമാനവും ബന്ധവും ഉള്ള ആൾ കൂടിയാണ്. പുസ്തകത്തിന്റെ സെലക്ഷൻ ഏതായാലും നന്നായി. അതെ. വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് ഒരിക്കൽ. ഈ വീട്ടിലോ? ഇവിടെയോ? അത് ഈ വീടാണെന്ന് എനിക്ക് പിന്നീട് പുതുക്കി വീട് തന്നെയാണ്. അതെ. അയ്യോ, ഞങ്ങളുടെ സ്വന്തം മോനല്ലേ. എത്ര കാലമായിട്ട് അറിയാം? മർത്തോം കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട്. പിന്നെ അച്ഛനെ അതിന് മുന്നേ അറിയാം, സ്വരാജിന്റെ അച്ഛനെ. നല്ല കാണാൻ വേണ്ടി വന്നതല്ലേ? അതന്നെ. പിന്നെ ഞാൻ ഇതിനെ കൈ പിടിപ്പിക്കാൻ നിർത്തിയ സ്വരാജിനെ കൊണ്ട്. നമ്മൾ ഈ സ്വീകരണ കേന്ദ്രങ്ങൾക്കിടയിലൂടെയാണ് സ്ഥാനാർത്ഥിയുമായി സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സ്വീകരണ കേന്ദ്രത്തിലൊക്കെ കാണുന്നത് വെച്ചാൽ സെൽഫിക്ക് ഒരുപാട് സമയം കൊടുക്കേണ്ടതായിട്ട് വരും. ആളുകളുടെ ഒരു വലിയ സന്തോഷമാണ്. അതെ. ഇപ്പോൾ ഒരു സെൽഫിയുടെ കാലമാണ്. ഇപ്പോൾ എല്ലാ മൊബൈലിലും ക്യാമറയും ഉണ്ട്. അതും വളരെ ഉയർന്ന നിലവാരമുള്ള ക്യാമറകളും മികച്ച ചിത്രങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സെൽഫി എടുക്കുന്നതും ഒരു ഐക്യദാർഢ്യ പ്രകടനമായി മാറിയിരിക്കുന്നു. പക്ഷെ അത് നമ്മുടെ സമയക്രമത്തെ ബാധിക്കുന്ന നിലയിലേക്ക് വന്നു എന്നതാണ്
ഒരു ചെറിയ സ്ഥാനാർത്ഥിയുടെ ആ മാനസികാവസ്ഥ ഞാൻ നേരി കാണുന്നുണ്ടായിരുന്നു. ഈ സെൽഫി പോലെ തന്നെ മറ്റൊന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ ഒരു വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ കൂടിയാവും സ്വരാജ്. അതായത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്കാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് ഒരു ശക്തനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് എന്ന് പറഞ്ഞാലോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പൊതുവെ അത്തരത്തിലുള്ള പ്രയോഗങ്ങളോട് വലിയ പ്രതിപത്തിയുള്ള ഒരാളല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാനങ്ങനെ ഒരു നിതാന്ത സാന്നിധ്യമല്ല. ഞാൻ എല്ലാ ദിവസവും നവമാധ്യമങ്ങളിലൂടെ അഭിപ്രായ പ്രകടനങ്ങളോ പ്രതികരണങ്ങളോ നടത്തുന്ന ഒരാളല്ല. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ചിലപ്പോൾ മാസത്തിലൊന്നോ ചിലപ്പോൾ 2 മാസത്തിലോ ഒരിക്കലോ മറ്റോ ഒക്കെ ഉള്ളൂ. എന്നുവെച്ചാൽ വല്ലപ്പോഴും ഉണ്ട്. ഞാൻ ആ മാധ്യമത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളല്ല, അതിനോട് വിയോജിപ്പുള്ള ഒരാളല്ല. എന്നാൽ മുഴുവൻ സമയവും അതിൽ ഒരു സാന്നിധ്യം, അത് അങ്ങനെയുള്ളവരുണ്ട്, എല്ലാ ദിവസവും പ്രതികരിക്കുന്നവരുണ്ട്. അതാണ് സ്വരാജിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഇത്രയും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടോ വളരെ ലിമിറ്റഡ് ആയിട്ടോ എൻഗേജ് ചെയ്യുന്ന ആളാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വലിയ സാന്നിധ്യമാണ്. ഈ ചർച്ചകൾ, അഭിപ്രായങ്ങൾ, പ്രസംഗങ്ങൾ, ഇതിലൂടെയൊക്കെ ആളുകളിലേക്ക് ഒരുപാട് നിലയ്ക്ക് എത്താൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ നിലയ്ക്കൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അത് യുവാക്കളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ, സ്ത്രീകളെ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം സ്വാധീനിക്കാം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആലോചിച്ചിട്ടുണ്ടോ? അത് സത്യത്തിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ ആലോചിക്കാം. ഈ നവമാധ്യമങ്ങളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമാണ് ഞാൻ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ദിവസവും ഉയർന്നു വരുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ച് നവമാധ്യമങ്ങളിലൂടെ അങ്ങനെ പ്രതികരിക്കാറില്ല. ചിലപ്പോൾ ആ ദിവസം നമ്മൾ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പ്രതികരിക്കുന്നുണ്ടാവുക. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത് വേണം എന്നൊരു തോന്നൽ വരുമ്പോഴാണ് പ്രതികരിക്കുന്നത്. അത് അപൂർവമായാണെങ്കിലും അത് സമൂഹത്തിൽ നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ആളുകൾ അത് ഗൗരവമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാനും ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ FB പോസ്റ്റിനെ കുറിച്ചാണ് ഇതിനിടയിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ വോട്ടർമാരെ കാണുമ്പോൾ ഇറങ്ങുന്നു, സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഇതിനിടയിലാണ് ഈ ചെറിയ സംഭാഷണം. അപ്പോൾ ഈ FB പോസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഈ നടത്തുന്ന ചാനൽ ചർച്ചകളിലെ വീഡിയോകൾ, അതുപോലെ തന്നെ പൊതുപ്രസംഗങ്ങളിലെ വീഡിയോകൾ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും വിധത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്, വലിയ ചർച്ചയാകുന്നു. അതൊക്കെ കൂടി വെച്ചിട്ടാണ് നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെയാണ് ഈ പ്രചരണ കാലത്ത് സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ കാര്യമായി പറയുന്നത്. ഞാൻ ആ പ്രയോഗത്തിൽ അഭിരമിക്കുന്ന ഒരാളല്ല. മാത്രമല്ല, പ്രയോഗം ഒരു ജനാധിപത്യ വിരുദ്ധ പ്രയോഗമാണ് രാജകുമാരൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിലപാടുകൾ എല്ലാവരും വ്യക്തതയാർന്ന നിലപാടുകൾ എടുക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, സാമൂഹ്യ ബന്ധമുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ ഒരു നിലപാടുണ്ടാവണം. അത് ചിലപ്പോൾ പെശകായിരിക്കാം. അത് പെശകാണെന്ന് ബോധ്യമാകുമ്പോൾ തിരുത്തിയാൽ മതി. ചിലപ്പോൾ നമ്മളോട് യോജിപ്പില്ലാത്ത ഒരാളായിരിക്കുമെങ്കിലും നമുക്ക് അയാളോട് ബഹുമാനം തോന്നുക അയാൾ സ്വീകരിക്കുന്ന നിലപാടുകളുടെ സവിശേഷത കൊണ്ടായിരിക്കും. അപ്പം നിലപാടുള്ള മനുഷ്യരായിരിക്കുക എന്നത് ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നിലമ്പൂർ വിലയിരുത്തുമോ? സ്വരാജ് നിലപാടുള്ള ആളാണ് മറ്റു പലരെയും പോലെ തന്നെ, പക്ഷേ അത് അവതരിപ്പിക്കുന്ന രീതിയിൽ പുതുമയോ വ്യത്യസ്തതയോ ഉണ്ട്. അത് നിലമ്പൂർ പരിഗണിക്കുമോ? എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹം പല കാര്യങ്ങളായിരിക്കുമല്ലോ ചർച്ച ചെയ്യുക. എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്യട്ടെ. നമുക്ക് അക്കാര്യത്തിലൊരു മുൻവിധിയിലേക്ക് എത്തുന്നത് ഉചിതമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂരിലാണെങ്കിൽ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ സ്വാധീന ശക്തി നിലമ്പൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു ദിശാസൂചിയായി ഈ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ വൻതോതിലുള്ള മാറ്റങ്ങളിലേക്കാണ് LDF സർക്കാർ നയിക്കുന്നത്. ആ മഹത്തായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് മലയാളികളല്ല. അതുകൊണ്ട് തന്നെ മലയാളികളുടെ സാമൂഹ്യ ജീവിതത്തെ കൂടുതൽ സമൃദ്ധമാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പരിഷ്കാരങ്ങൾ തുടരണം എന്ന അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. അത് തുടരണമെങ്കിൽ LDF കൂടുതൽ കരുത്താർജിക്കണം.
ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം LDF-നും വലിയ കരുത്തും ഉണർവും നൽകും. അങ്ങനെ ഒരു സ്വീകരണ കേന്ദ്രം കൂടി കവർ ചെയ്തു. പൂക്കോട്ടുമണ്ണയിൽ നിന്നാണ് ഇതാ ഇപ്പോൾ സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഒരു മഴയും കൂടി വന്നു അല്ലേ? മഴയും കൂടി കടന്നും കവർ ചെയ്തും അടുത്ത സ്റ്റേഷനിലേക്ക്, അടുത്ത കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. ഈ മണ്ഡലത്തിൻ്റെ ഒരു വോട്ട് നില എങ്ങനെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിലും സ്വരാജ് എന്ന നാട്ടുകാരനും വിലയിരുത്തിയിട്ടുള്ളത്? 2009 ഡീലിമിറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പരമ്പരാഗതമായ ലീഗ് കോൺഗ്രസ് വോട്ടുകൾ എന്ന ഒരൊറ്റ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അത് വിജയം കൊണ്ടുവരും എന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നതെങ്കിൽ നന്നായി മണ്ഡലം അറിയുന്നയാളാണ്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് സ്വരാജ് സ്വയം വിലയിരുത്തിയിട്ടുള്ളതെന്ന് കേൾക്കാനൊരു താല്പര്യമുണ്ട്. പൊതുവിൽ തന്നെ നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിനെയും പുതിയ ഒരു തെരഞ്ഞെടുപ്പായി കാണണം. ഒരു തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ മുൻനിർത്തി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയായിരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഈ നിലമ്പൂർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഒരു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 2001 നിലമ്പൂരിലെ അന്ന് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത്. എനിക്ക് തോന്നുന്നു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടത് 2001 അതിനുശേഷം തൊട്ടുപുറകെ 2004 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ്, ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിലാണ്. അതേസമയം 2001 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ വരുമ്പോൾ കുറച്ച് കൂടുതൽ വോട്ട് കിട്ടുകയാണ് പതിവ്. പക്ഷേ വലിയ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തൊട്ടുപുറകെ വന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലം പാർലമെൻറ്റിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് സഖാവ് ടി കെ ഹംസയ്ക്ക് കൊടുത്തത്. എന്ന് വെച്ചാൽ ഏതാനും വർഷങ്ങളുടെ മാത്രം വ്യത്യാസത്തിൽ നടന്ന രണ്ട് തിരഞ്ഞെടുപ്പ്, ആ രണ്ട് തിരഞ്ഞെടുപ്പിൽ ഒന്നിൽ കനത്ത പരാജയവും മറ്റൊന്നിൽ അതിഗംഭീരമായ വിജയവും ഇടതുപക്ഷത്തിനുണ്ടായി. ഇതാണ് തെരഞ്ഞെടുപ്പ്. ഓരോ തെരഞ്ഞെടുപ്പും പുതിയൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോഴത്തെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഏത് സാഹചര്യം വന്നാലും സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ, അങ്ങനെയുള്ളവരുണ്ട്. അടിയുറച്ച രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ളവർ, അത് ഏതർത്ഥത്തിലെടുത്താൽ അതൊരു മോശം കാര്യമല്ല. അത് ഓരോരുത്തരുടെ ബോധ്യത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒക്കെ കൂടി ഭാഗമാണ്. പക്ഷെ അങ്ങനെയുള്ളവരുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ സമൂഹത്തിലെ നല്ല ഒരു പങ്കാളുകൾ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ച് അതിനെ പരിശോധിച്ച് വോട്ട് ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധികൾ നമുക്ക് ഉചിതമായിരിക്കില്ല ഒരു തെരഞ്ഞെടുപ്പിൽ. നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അനുഭാവം, ജനങ്ങളുടെ പൊതുവായ ഇടതുപക്ഷ അനുഭാവം വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് LDF-ൻ്റെ റോഡ് ഷോ, നിയോജക മണ്ഡലം കൺവെൻഷൻ, ഇന്ന് വരെ ആകുമ്പോഴേക്കും ഒരു റൗണ്ട് നമ്മുടെ പര്യടന പരിപാടി പൂർത്തിയായി. അതിലെ പങ്കാളിത്തം, ഇത്തരം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഇടത് അനുകൂല മനോഭാവം വളരെ പ്രകടമാണ് എന്ന് കാണാൻ കഴിയും. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ അത് നേരിട്ട് നന്നായി അനുഭവപ്പെടുന്നു എന്നാണ്. ഈ പൊതുവായ ഈ കാഴ്ചയ്ക്കപ്പുറം സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടിയുള്ള ഒരു അനുഭവം അങ്ങനെ തന്നെയാണ്. തീർച്ചയായും അത് കൂടുതലായി ആളുകളോട് ബന്ധപ്പെടുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ തിരിച്ചു തരുന്നൊരു സ്വീകാര്യതയുണ്ടല്ലോ, അതിൽ നിന്ന് എത്തുന്നൊരു കൺക്ലൂഷൻ. പലപ്പോഴും നമുക്ക് വ്യക്തിപരമായ ബന്ധമുള്ള ആളുകൾ, ഇപ്പോൾ നമുക്ക് വ്യക്തിപരമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു പരിധിക്കപ്പുറം പിന്നെ ഒരു സംഭാഷണം മുന്നോട്ട് പോവില്ല. നമ്മൾ വോട്ട് ചോദിക്കുന്നു, തരാമെന്ന് പറയുന്നു, അവിടെ അവസാനിക്കുന്നു. എന്നാൽ വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാവുമ്പോൾ നമ്മുടെ സഹപാഠികളാവാം, സഹപ്രവർത്തകരാകാം, അയൽപക്കത്തുള്ളവരാവാം. ഞാൻ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ്. പിൽക്കാല പോത്തുകല്ല് പഞ്ചായത്തിലാണ് ജനിച്ചു വളർന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗം അവിടെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ചുങ്കത്രക്കാരനായി തന്നെയാണ് ഇവിടെ പഠിച്ചത്. എടക്കര പഞ്ചായത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്, അവിടെ പഠിച്ചിട്ടുമുണ്ട്. നിലമ്പൂരിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ പല ഭാഗങ്ങളിൽ താമസിച്ച് വന്ന ഒരാൾ എന്ന നിലയ്ക്ക് ചിതറിക്കിടക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മളോട് കൂടുതൽ വിശദാംശങ്ങൾ സംസാരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്. അപ്പോൾ അത്തരം സംസാരങ്ങളിൽ രൂപപ്പെട്ടു വരുന്നത് ഒരു പിന്തുണ, പതിവിൽ കവിഞ്ഞ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ട് എന്നത് തന്നെയാണ്.
എന്ന് വെച്ചാൽ LDFന് ഈ മണ്ഡലത്തിൽ ആർജിക്കാനാവുന്ന വോട്ടുകൾക്കും അപ്പുറത്തേക്ക് പോകണം. ഇപ്പോൾ 16-ലും 21 സമീപകാലത്ത് നോക്കിയാൽ 16-ലും 21-ലും അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് LDF വിജയിച്ചത്. 25-ലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ LDFന് സമാഹരിക്കാവുന്ന പൊളിറ്റിക്കൽ വോട്ടിന് അപ്പുറത്തേക്ക് കൂടിയുള്ള ഒരു വോട്ടുകളുടെ ഒരു വരവുണ്ടാകണം നിലമ്പൂരിൽ. തീർച്ചയായും കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങൾ, അത്തരം അഭിപ്രായങ്ങൾക്കുപരിയായി ഈ തവണ ഇടതുപക്ഷത്തിന് കൂടുതൽ വോട്ടുകൾ ലഭിക്കും. വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നവരെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കണം എന്ന ആഗ്രഹം അത്തരം വിഭാഗങ്ങളിൽ കുറേയേറെ പേർക്ക് ഉണ്ട്. അത് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ചിലരത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്, ചിലർ നേരിട്ട് അറിയിക്കുന്നുണ്ട്, ചിലർ പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്തു വെച്ചിരിക്കുന്നതായി നമുക്കറിയുകയും ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതുതന്നെയാണ് UDFൻ്റെ കണക്കൂട്ടലുകളിൽ UDFനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ഘടകമായി അവർ വെക്കുന്നതും. ഇവിടെ ഈ സമീപ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കി ഈ വർഗീയ വോട്ടുകളുടെ സമാഹരണത്തിന് കോൺഗ്രസ് കുറേ കൂടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി സ്വരാജിനെ മത്സരിപ്പിക്കുമോ എന്ന രാഷ്ട്രീയ വെല്ലുവിളി കൊണ്ടുവന്ന ആളുകൾ താങ്കൾക്കെതിരെ ഒരു വ്യക്തിപരമായ എതിരായ ക്യാമ്പയിൻ കൊണ്ടുപോകുന്ന തരത്തേക്കുള്ള ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? തീർച്ചയായും അത് സത്യത്തിൽ അവർ സമീപകാലത്ത് വലിയ അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് UDF. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വലതുപക്ഷം ഇത്ര നീണ്ട കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത്. അത് പ്രതിപക്ഷത്തിൻ്റെ കാര്യപ്രാപ്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. തീർത്തും തെറ്റായ ദിശയിലാണ് അവർ മുൻപോട്ട് പോകുന്നത്. ഭരണപക്ഷം എന്ത് ചെയ്താലും അതിനെ എതിർക്കണം എന്ന ഒരു തത്വമാണ് അവരെ നയിക്കുന്നത്. ആധുനിക കാലത്ത് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നാടിനു വേണ്ടി പൊതുവായി ചില കാര്യങ്ങളെങ്കിലും യോജിച്ചുകൊണ്ട് മാത്രമേ പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോഴാണ് അവർക്ക് വിശ്വാസ്യത ഉണ്ടാവുക. എന്നാൽ അവർ ആ പാഠം ഉൾക്കൊള്ളുന്നില്ല. അതിൻ്റെ ഭാഗമായി വരുന്ന പല അബദ്ധങ്ങളുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി എന്നെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല എന്ന ചോദ്യം തീർത്തും അനുചിതമാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അവർക്ക് അവകാശമില്ല. കാരണം ആരെ മത്സരിപ്പിക്കണമെന്നത് LDFൻ്റെ പ്രശ്നമാണ്. LDF ആണ് അത് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ കയറി അഭിപ്രായം പറയുക, ഇന്നയാളെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുക. രാഷ്ട്രീയത്തിൽ വെല്ലുവിളിക്കൊന്നും വലിയ പ്രസക്തിയില്ല. പണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ വെല്ലുവിളി, ഭീഷണി, പരദൂഷണം, ആക്ഷേപം, വ്യക്തിഹത്യ ഇതൊക്കെ ആധുനിക കാലത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തണം. അതിന് ശീലിക്കണം അവർ. പക്ഷെ അതിനുള്ള വളർച്ച അവർ നേടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും LDF എന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. അതും അവരുടെ വെല്ലുവിളിയും തമ്മിലൊരു ബന്ധവുമില്ല. ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട ഘട്ടത്തിലാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു എന്നായി. ഞാനതൊരിക്കൽ പറയുണ്ടായി, മത്സരിപ്പിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചവർ മത്സരിപ്പിച്ചത് എന്തിന് എന്ന് ചോദിക്കുന്ന ഇറയിലേക്ക് എത്തി. അത് അവരുടെ നില വളരെ ദയനീയമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വ്യക്തിഹത്യാപരമായ നിലപാട് സ്വീകരിക്കുന്നതും ആക്ഷേപിക്കുന്നതുമൊക്കെ രാഷ്ട്രീയത്തിലെ ഒരു നിലവാര തകർച്ചയാണ്. ആശയപരമായ പോരാട്ടത്തിന് കരുത്തില്ലാതെ വരുമ്പോഴാണ്, അതിന് കെൽപ്പില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അതൊന്നും നമ്മുടെ സമൂഹം അംഗീകരിക്കില്ല. ഈ മനുഷ്യരായിട്ടുള്ളവരുടെ എല്ലാം വോട്ട് വേണം എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് താങ്കൾ പറഞ്ഞത് ആളുകൾ വലിയ തോതിൽ ശ്രദ്ധിച്ചതാണ്. അത് വർഗീയതയ്ക്കെതിരായ വളരെ ശക്തമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു സ്ഥാനാർത്ഥി അത് പറയുന്നുണ്ടല്ലോ, ഈ നാട്ടിൽ ഇങ്ങനെയും ഒരു നിലപാട് നമ്മൾക്ക് എടുക്കാൻ കഴിയുന്നു എന്നുള്ള വലിയ ആവേശമൊക്കെ ആളുകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുകൂടിയാവണം നിലമ്പൂരായിരുന്നു ഒരു വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു ക്യാമ്പയിനൊക്കെ വന്നു. ഒരുപാട് ആളുകൾ അങ്ങനെ സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ അതിനോടൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഒരു അസ്വസ്ഥത പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണങ്ങളിലുണ്ട്. വർഗീയതയ്ക്കെതിരായ വോട്ട് സമാഹരണത്തിൻ്റെ ഒരു പച്ചയായ അല്ലെങ്കിൽ തുറന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം മാറുകയാണ്. ഇതിൽ ഇപ്പോൾ നിലമ്പൂരിലായിരുന്നെങ്കിൽ വോട്ട് ചെയ്യുമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് പ്രമുഖരായ കവി സച്ചിദാനന്ദനാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മളെ വിമർശിക്കുന്ന ആളാണ്. പക്ഷേ ആ വിമർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ എപ്പോഴും വകവെച്ചിട്ടുണ്ട്. അത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിൽ അനിവാര്യവുമാണ്. LDFനെ, ഗവൺമെൻറ്റിനെ വിമർശിച്ചതിൻ്റെ പേരിൽ കവി സച്ചിദാനന്ദനെ ആരും ആക്ഷേപിക്കുകയുമില്ല. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെ ആദരവോടെ കാണുന്നവരാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം മുതൽ ഞങ്ങളുടെയൊക്കെ ചിന്തകളിൽ അഗ്നിപടർത്തിയ വരികൾ എഴുതിയ ഒരു കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞങ്ങൾ ക്യാമ്പസിൽ എത്രയോ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ, അതാണ് അദ്ദേഹവുമായി എനിക്ക് വ്യക്തിബന്ധമുണ്ട്. എനിക്ക് മാത്രമല്ല മറ്റേ UDF സ്ഥാനാർത്ഥിക്കും ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നിലപാടിനെ ചൊല്ലിയാണ് അദ്ദേഹം ആ അഭിപ്രായം നടത്തിയത്. അത് വലിയ
ആഹ്ലാദകരവും അഭിമാനകരവുമാണ് അദ്ദേഹത്തെ പോലൊരാൾ അങ്ങനെ പറഞ്ഞു ഒരു മണ്ഡലത്തിൽ 2 സ്ഥാനാർത്ഥികളും ഒരുപോലെ പരിചിതരാകുമ്പോൾ ഇപ്പോൾ അരിയാടൻ ഷൗക്കത്ത് ദില്ലിയിൽ വന്നതും കണ്ടതും ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നിലമ്പൂർ വോട്ടുണ്ടായിരുന്നെങ്കിൽ അത് സ്വരാജിന് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന നിലയിൽ സച്ചിമാഷ് പറഞ്ഞത്, താങ്കൾ പറഞ്ഞ ആ പോസ്റ്റ് അങ്ങനെ അത് വളരെ നേരത്തെ അദ്ദേഹം എഴുതിയതുമാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നത് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യമായി ഞാൻ കാണുന്നു. അതൊരു വലിയ അംഗീകാരമായിട്ടും ഞാൻ കാണുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ തുടർന്ന് പല കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സമാനമായ അഭിപ്രായ പ്രകടനം നടത്തി. അതെല്ലാം തീർച്ചയായും നമ്മൾ സ്വീകരിക്കുന്ന മതനിരപേക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമായി ഞാൻ കാണുന്നു. പക്ഷെ അതിൽ എനിക്ക് കൗതുകരമായി തോന്നിയത് അതിൽ ചില അസ്വസ്ഥതകൾ വരുന്നു. അങ്ങനെ പറഞ്ഞവരെ ആക്ഷേപിക്കുന്നു. പ്രശസ്തയായ എഴുത്തുകാരി ഹരിത സാവിത്രിക്ക് വീണ്ടും വിശദീകരിക്കേണ്ടി വന്നു. അവർ വലിയ ആക്രമണത്തെ നേരിട്ടു, സൈബർ ആക്രമണത്തെ. അവർക്ക് അടിയുറച്ചൊരു രാഷ്ട്രീയമുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പാനിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണ് അവരുടെ ജീവിത പങ്കാളി ആയതുകൊണ്ട് മാത്രമല്ല, അവർക്ക് അടിയുറച്ച രാഷ്ട്രീയ നിലപാടുകളും സ്വതന്ത്രമായ ചിന്തയും ഉള്ള ഒരാളാണ്. അവരെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചീത്ത വിളിച്ച് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ചില സാംസ്കാരിക രംഗത്ത് തന്നെ ഉള്ളവർ അതിൽ അസ്വസ്ഥരായി. ഈ നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതിൽ വല്ലാത്ത അസ്വസ്ഥത. എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. ഏതാണ്ട് ന്യായാധിപന്മാരെ പോലെ മാറി നിൽക്കണം എന്ന ചിന്ത. ഇവരെ എന്തിനു അസ്വസ്ഥപ്പെടുത്തണം? ഇപ്പോൾ കേരളത്തിലെ ഒരു ചലച്ചിത്ര നടൻ UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തു, അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. എനിക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം നമ്മൾ മാനിക്കേണ്ടതാണ്, അത്രയേ ഉള്ളൂ. ഇതും അങ്ങനെ കാണേണ്ടതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ ചില ആളുകൾ വല്ലാതെ അസ്വസ്ഥരാവുകയും അവർ സ്വസ്ഥത നഷ്ടപ്പെട്ട് വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. അത് നിർഭാഗ്യകരമെന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനാവില്ല. നമ്മളിപ്പോൾ പാതിരിപ്പാട് എന്ന അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. മഴയുണ്ട്, ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇതിന് ചുറ്റും ഉണ്ട്. അവിടേക്ക് സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയാണ്. അതിനിടയിൽ നമ്മളുടെ സംസാരം തുടരാം. അദ്ദേഹം ഇറങ്ങുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അസഹിഷ്ണുതയുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സംസാരിച്ചത് നമ്മൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വർഗീയതയുമായി സന്ധി ചെയ്ത് വോട്ട് സമാഹരിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നു. വാർത്താ സമ്മേളനങ്ങളിൽ പ്രതിപക്ഷ നേതാവിനോട് അത് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പണ്ട് CPMന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലേ, നിങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന നിലയിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. RSSൻ്റെ രാഷ്ട്രീയ രൂപം BJP, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി. ഈ സഹകരണം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ വിശദീകരണം അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. പകരം മുഖ്യമന്ത്രിയോട് ചോദിക്കാനാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുന്നത്. അത് ഒരു വിമർശിക്കപ്പെടേണ്ട ശൈലി തന്നെയാണ്. എനിക്ക് ആ അഭിപ്രായമുണ്ട്. അദ്ദേഹത്തെ വിലയിരുത്താനോ മാർക്കിടാനോ ഒന്നും ഞാൻ ആരുമല്ല, ഞാനതിന് മുതിരുന്നുമില്ല, എനിക്കങ്ങനെ ഒരു രീതിയുമില്ല. പക്ഷേ നമ്മളൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ടെങ്കിൽ വിമർശനങ്ങളോടും ഉയർന്നു വരുന്ന ചോദ്യങ്ങളോടും നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അല്ല ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത്. ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് UDF ആണ്. മുൻകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിയെ നോക്കി പിന്തുണ പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട നിലപാട്. അപ്പോൾ അതിൽ LDFും UDFും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. അസംബ്ലി മണ്ഡല തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർലമെൻറ്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ കുറേ കാലം പിന്തുടർന്ന ആ ശൈലിയായിരുന്നു. ആളെ നോക്കി വോട്ട് ചെയ്യുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും അത് കൂടുതലും UDFനാണ് വരാറുള്ളത്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ LDFനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഇവർ പിന്നീട് ഒരു പാർട്ടി രൂപീകരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് UDFിലെ ഒരു ഘടകകക്ഷിയെ പോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്രഖ്യാപിത ഘടകകക്ഷിയായിരുന്നു. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച ഇടത്ത് UDFിൻ്റെ ഓഫീസുകളിൽ അവരുടെ ഘടകകക്ഷികളുടെ കൊടി കെട്ടിയ കൂട്ടത്തിൽ ഈ കൊടിയുമുണ്ട്. അവരൊരു ഘടകകക്ഷി പോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും അവരങ്ങനെ ആ നിലപാട് തന്നെ സ്വീകരിച്ചു. അത് അവരുടെ ഒരു സ്വാതന്ത്ര്യവും അവകാശവുമായി നിലനിൽക്കുമ്പോൾ തന്നെ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരുമായി ജനാധിപത്യ കക്ഷികൾ സഹകരിക്കുന്നത് ശരിയോ എന്ന ചോദ്യമാണ് വരുന്നത്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത UDFിലെ അസോസിയേറ്റ് ഘടകകക്ഷിയായി അവരെ എടുക്കാൻ പോകുന്നുവെന്നാണ്.
എടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. വാർത്ത എങ്ങനെയാണ് അത് UDF വിശദീകരിക്കേണ്ടതാണ്. ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല, അതവർ പറയേണ്ടതല്ലേ. അത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറയുന്നത് സത്യത്തിൽ ജനങ്ങളോടുള്ള ഒരു അവഹേളനമാണ്. ജനങ്ങളുടെ മുൻപാകെ അവർക്ക് ബോധ്യമാകുന്ന സുതാര്യമായ മറുപടികൾ ഇല്ലാതാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഏതായാലും മതരാഷ്ട്രവാദികളെയും, അത് ഏത് മതരാഷ്ട്രമായാലും വർഗീയ ചിന്താഗതിക്കാരെയും നമ്മുടെ നാട് അംഗീകരിക്കില്ല. ജനാധിപത്യവാദികൾ ഇക്കൂട്ടരെയെല്ലാം അകറ്റി നിർത്തിയാണ് വേണ്ടത്. എന്നോട് പ്രതികരണം ചോദിച്ചപ്പോഴെല്ലാം ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന വർഗീയത എന്നൊന്നുമില്ല, ഏത് വർഗീയതയുമായും അകലം പാലിക്കുകയാണ് ജനാധിപത്യവാദികൾ ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ UDF ഇപ്പോൾ വളരെ പ്രതിലോമകരമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ കോടതിയിൽ പ്രതിക്കൂട്ടിലാണ് ഇപ്പോൾ UDF നിൽക്കുന്നത്. ഇപ്പോൾ PDPയുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊരു ഹൈന്ദവ സംഘടനയുടെ പേരും ആ നിലയിലൊരു പിന്തുണ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇത് റിലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ന്യായീകരണം മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ വാദിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അതിൽ PDPയുടെ കാര്യത്തിൽ ആദ്യകാലത്ത് ചില നിലപാടുകളുടെ പേരിൽ മദനി വിമർശിക്കപ്പെട്ടിരുന്നു. അന്ന് എല്ലാവരും അദ്ദേഹത്തെ വിമർശിച്ചു, എല്ലാവരും. എന്നാൽ പിന്നീട് അദ്ദേഹം ജയിലിലടക്കപ്പെടുകയും വിചാരണാ നടപടികളെ നേരിടുകയും കുറ്റവിമുക്തനായി പുറത്തു വരികയും ചെയ്തു. അദ്ദേഹം നിലപാടുകൾ തിരുത്തി. അദ്ദേഹം മതനിരപേക്ഷതയിൽ ഊന്നി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. അന്ന് എല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അത് സ്വാഭാവികമാണ്. മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ആര് മുൻപോട്ട് വന്നാലും അത് അംഗീകരിക്കേണ്ടതാണ്, അതിനെ പിന്തുണയ്ക്കേണ്ടതാണ്. അത് കേരളം പിന്തുണച്ചു. ആദ്യഘട്ടത്തിൽ ആരോപണ വിധേയനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ UDF സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അദ്ദേഹം മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് പുതിയ ഒരു പ്രവർത്തന ശൈലി സ്വീകരിച്ചപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പിന്തുണച്ചു. കുറേ തെരഞ്ഞെടുപ്പുകളായി മതനിരപേക്ഷ നിലപാട് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അവർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിന് ഒരു അപാകതയും ഞങ്ങൾ കാണാത്തത് അവർ ശക്തമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. നാളെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് മതനിരപേക്ഷ നിലപാട് കളങ്കമില്ലാതെ സ്വീകരിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചാലും അത് സ്വാഗതം ചെയ്യപ്പെടും. അതിൽ തെറ്റില്ല. അതാണ് PDPയുടെ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റേ ഹൈന്ദവ സംഘടന എന്ന് പറയുന്നത് എനിക്ക് വിചിത്രമായി തോന്നുന്നു. എനിക്കറിയില്ല അങ്ങനൊരു സംഘടനയെക്കുറിച്ച്, അവരുടെ പിന്തുണയെക്കുറിച്ചും അറിയില്ല, എന്നോട് ആരും സംസാരിച്ചിട്ടുമില്ല. ഇനി ഇവരുടെ തന്നെ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞതാണോ എന്നും അറിയില്ല. ചിലർ ഒരു സംശയം പറഞ്ഞത് ഇവർ വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയതെന്നാണ്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. വർഗീയതയെ ശക്തമായി എതിർക്കുകയും മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അതെല്ലാം സ്വാഗതം ചെയ്യപ്പെടണം. അത്തരം ആളുകളുടെ നിലപാട് അത് LDFനെ എതിർത്താലും കുഴപ്പമില്ല, LDFനെ എതിർത്ത് UDFന് പിന്തുണ കൊടുത്താലും കുഴപ്പമില്ല. അതിനപ്പുറത്ത് ഒരു വർഗീയവാദിയുമായും ഒരു നീക്കുപോക്കും ആയുഷ്കാലം LDFനുണ്ടാവില്ല. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതിൽ വളരെ ക്ലാരിറ്റിയോടെ ഒരു വിശദീകരണം പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിൽ കോൺഗ്രസ് എടുത്ത സമീപനം, ഇപ്പോൾ അത് വഴിക്കടവിലെ 15-കാരൻ്റെ മരണമാവട്ടെ, ക്ഷേമ പെൻഷനെ KC വേണുഗോപാൽ സമീപിച്ച രീതിയാവട്ടെ, ഇത് ഇവിടുത്തെ നിലമ്പൂരിലെ വോട്ടർമാരിലേക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങളായി മാറിയിട്ടുണ്ടോ? കോൺഗ്രസ് സമീപിച്ച രീതി വിമർശിക്കപ്പെടേണ്ടതാണോ? തീർച്ചയായും കോൺഗ്രസ് തുറന്നു കാട്ടപ്പെടുകയാണ് ചെയ്തത്. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പറഞ്ഞത് തീർത്തും ഹൃദയശൂന്യമായ പ്രസ്താവനയാണ്. കാരണം 60 ലക്ഷം മലയാളികളാണ് ക്ഷേമ പെൻഷന് അർഹർ. ആ 60 ലക്ഷം മനുഷ്യരെ കൈക്കൂലിക്കാരെന്ന് ആക്ഷേപിക്കാനൊരു അവസരമാണ് അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തത്. അവർ സാധാരണക്കാരാണ്, അവർ പാവങ്ങളാണ്. അവരെ സർക്കാർ പിന്തുണയ്ക്കണം. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു ദരിദ്രനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിൻ്റെയാണ്. അതാണ് ശരിയായ കാഴ്ചപ്പാട്. ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം ഞങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ ആ ഭരണമാണ് മികച്ച ഭരണം. ഈ കാഴ്ചപ്പാടാണ് LDFനുള്ളത്. അതുകൊണ്ട് ദുർബല വിഭാഗങ്ങളെ പിന്തുണയ്ക്കുക എന്ന നയത്തിൻ്റെ ഭാഗമാണ് ക്ഷേമ പെൻഷൻ. അത് ഔദാര്യമല്ല, അത് അവകാശമാണ്. പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ള അവകാശം ആധുനിക കാലത്ത് ഓരോ മനുഷ്യനുമുണ്ട്. ഭക്ഷണം കഴിക്കുവാനുള്ള അവകാശം അത് സമൂഹം കൽപ്പിച്ചു കൊടുക്കേണ്ട ഒരവകാശമാണ്. എന്നാൽ അവരെ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. UDF LDF ഈ പെൻഷൻ ഒരു 2500 രൂപയെങ്കിലുമായി വർദ്ധിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
എന്നാൽ UDF അതിനെ കൈക്കൂലി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്. ഇതാണ് രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം. നിലമ്പൂരിന് അനുയോജ്യമായ ചില പുതിയ തുടക്കങ്ങൾക്ക് ഈ സമയം മതിയാകും. 1000 കാതം നീണ്ടു നിൽക്കുന്ന യാത്രയും ആരംഭിക്കുന്നത് ഒരു ചുവടുവയ്പിൽ നിന്നാണ് എന്ന് പറയാറുണ്ട്. ആ ചുവടുവയ്പ്, ആദ്യത്തെ ചുവട്, നമ്മളെല്ലാവരും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ കണക്കാക്കണം. നമുക്ക് ഒരുമിച്ച് മത്സരിച്ച് ഒരുമിച്ച് ജയിക്കാം. ഇവിടെ ഇപ്പോൾ പൂക്കോട്ടുമണ്ണയിൽ സംസാരിച്ച് നിർത്തിയത് ഇനി ഇവിടുന്ന് ജനിച്ചു പോകുന്നൊരു ജനപ്രതിനിധിക്ക് വളരെ കുറച്ച് മാസങ്ങളെ നിയമസഭയിലുണ്ടാവും. പക്ഷേ എങ്കിലും വലിയ കാര്യങ്ങളുടെ തുടക്കമിടുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇടതുമുന്നണിയും ഒരു 3-ാം ഊഴത്തിലേക്ക് എന്തുകൊണ്ട് ഭരിക്കണം, എന്തുകൊണ്ട് ഭരണത്തിൽ വരണമെന്ന് പറയുന്നൊരു കാലമാണ്. പക്ഷേ പ്രതിപക്ഷം ഒരു ഭരണവിരുദ്ധ വികാരം നാട്ടിലുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടറിയാം, പല ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചതിൻ്റെ ഒരു തുടർച്ചയിലാണ് അവർ പറയുന്നത്. അതേസമയം ഇടതുമുന്നണി പ്രവർത്തകരുടെ കണ്ണുകളിലും അവരുടെ ഇടയിലും വലിയ ആവേശം കാണാനുമുണ്ട്. അങ്ങനെ നോക്കിയാൽ കോന്നിയും വട്ടിയൂർക്കാവും പാലയും പോലുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഇപ്പുറത്തുമുണ്ട്. നിലമ്പൂരിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആകാംക്ഷയാണ്. അതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ നമ്മളെപ്പോഴും ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടാണ് നയങ്ങൾ ആവിഷ്കരിക്കേണ്ടത്. ഇപ്പോൾ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് 8-10 മാസം കഴിഞ്ഞാൽ വീണ്ടും അസംബ്ലി ഇലക്ഷൻ നടക്കും, അതുകൊണ്ട് ഈ ഇലക്ഷനിൽ ആര് ജയിച്ചാലും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന നിലയ്ക്കാണ്. നിയമസഭയുടെ കാലാവധി കുറവാണെന്നുള്ളത് സത്യം. പക്ഷേ ഈ കാലയളവ് വൻകിട പദ്ധതികൾ ആവിഷ്കരിച്ച് അത് പ്രവൃത്തി പഥത്തിലെത്തിക്കാനുള്ള സമയമില്ല എന്നത് വസ്തുതയാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്ക് ചില തുടക്കങ്ങൾ കുറിക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ആലോചിച്ച് തന്നെ പറഞ്ഞതാണ്. അതായത് ഭാവിയിലെ നിലമ്പൂരിനെ മനസ്സിൽ കാണുമ്പോൾ നിലമ്പൂരിൽ പ്രായോഗികമായ, ശാസ്ത്രീയമായ, നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികൾ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയും ചർച്ചയും അതിൻ്റെ ഭാഗമായി നാം ചില കാര്യങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സമയമുണ്ട്, അത്രയേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ശേഷം വരുന്നവർ അത് ഏറ്റെടുക്കട്ടെ. ഒരു തുടർച്ചയാണ് ജനാധിപത്യം. എല്ലാം നമ്മളിൽ തുടങ്ങി നമ്മളിൽ അവസാനിക്കണമെന്ന് ജനാധിപത്യത്തിന് അന്യമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ അതുകൂടി മനസ്സിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത്, ഒരവസരം കിട്ടിയാൽ ചില തുടക്കങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഒപ്പം LDF തുടരണമെന്നത് ജനങ്ങളുടെ ഇടയിൽ ഒരു വികാരമായി വരുന്നുണ്ട്, അതെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് LDFകാരുടെ മാത്രമല്ല, ഇപ്പോൾ LDFനെ എതിർക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, ചിലപ്പോൾ പരിഭവം പറയും, പിണങ്ങും, ചിലപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വോട്ട് പോലും ചെയ്തിട്ടുണ്ടാവില്ല. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിലും ഉള്ളവർ പക്ഷേ ഉള്ളിൽ തിരിച്ചറിയുന്നുണ്ട്, എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് LDF ആണ് എന്നൊരു ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു കാരണം, LDF ഭരണത്തിന് കീഴിൽ അഴിമതിയില്ല, ഗൗരവമുള്ള ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കപ്പെടുന്നില്ല. അപ്പോൾ അഴിമതി രഹിത ഭരണം അത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി അനുഭവപ്പെടുന്ന നടപടികൾ, ക്ഷേമ പദ്ധതികൾ അത് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ നല്ല ജാഗ്രത ഈ ഗവൺമെൻറ് കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ ലൈഫും ക്ഷേമ പെൻഷനും ഒക്കെ പറഞ്ഞത്. സ്കൂളിൻ്റെ, ആശുപത്രിയുടെ ഒക്കെ വികസനം എല്ലാ പ്രസംഗങ്ങളിലും വരുന്നുണ്ട്, ഞാനത് എല്ലാം പറയുന്നുണ്ട്. 2 വൻകിട വികസന പദ്ധതികൾ, കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ, ഇതെല്ലാം ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നു എന്നത് LDFന് ഒരു 3-ാം ഊഴം നൽകും എന്ന പ്രതീക്ഷയ്ക്ക് ബലം പകരുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മുൻ KPCC പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുകയുണ്ടായി, 3-ാം ഊഴത്തിന് സഹായകരമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ഇപ്പോൾ സ്ഥാനഭ്രഷ്ടനായ KPCC പ്രസിഡന്റും നേരിട്ടല്ലെങ്കിലും അദ്ദേഹം ഇടയ്ക്ക് കുറച്ച് നാൾ മുൻപ് പറഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് UDF അങ്ങനെ കണ്ണടച്ച് പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് മറ്റൊരു തരത്തിലാണ് അദ്ദേഹവും പറഞ്ഞത്.
അപ്പോൾ അവരൊക്കെ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രതിപക്ഷം അത് അവരുടെ ആഗ്രഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പറയുന്നത് മാത്രമാണോ? അവരത് ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണത്. ഏത് ഭരണകാലത്താണെങ്കിലും ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയാറുണ്ട്. അതിനൊരു മുദ്രാവാക്യം എന്നതിൽ കവിഞ്ഞ വലിയ പ്രസക്തി ഇപ്പോഴില്ല. അത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമാവുകയും ചെയ്യും. ഇവിടെയാണോ? ആയിക്കോട്ടെ. കുറച്ച് വൈകിയതുകൊണ്ട് ഇറങ്ങുന്നില്ല. നിങ്ങളെ കണ്ടിട്ട് പോവാണ് കേട്ടോ. നിങ്ങളെല്ലാരും കൂടി ജയിപ്പിക്കും. ഹലോ, ആൾക്കാരാണ് ഈ മൈലാജി കിട്ടുന്നത്. താത്തയാ? എത്രല്ല പഠിക്കുന്നത്? 3-ല്. ഏത് സ്കൂളില്? വീട്ടിൽ കൊത്താ? അപ്പൊ എങ്ങനെ പോകും? ബസ്സിന് പോകും? സ്കൂൾ ബസ് വണ്ടിയിൽ നിന്ന് കൊണ്ടാക്കാം. പേരെന്താണ്? ശരി കേട്ടാ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രതിപക്ഷത്തിന് പോലും വിശ്വാസമില്ലാത്ത ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം തെരഞ്ഞെടുപ്പുകളുടെ സ്പെഷ്യാലിറ്റി എന്ന നിലയിൽ ഭരണവിരുദ്ധത പറയുന്നു എന്നേ ഉള്ളൂ എന്ന മട്ടിലാണ് അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ, കണക്കാക്കുന്നു. പ്രതിപക്ഷ നേതാവ് പക്ഷേ ആത്മാർത്ഥമായി വിശ്വസിച്ച് നിരന്തരം വാർത്താ സമ്മേളനങ്ങളിൽ അത് അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് താങ്കളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നത്. പ്രതിപക്ഷ നേതാവ് നമ്മുടെ സാഹചര്യങ്ങളെ ശരിയായി വിലയിരുത്തുന്നോ എന്നത് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചില കോൺഗ്രസിൻ്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പൊതുവേദിയിലൊന്നും അല്ലാതെ സംസാരിക്കുന്ന സമയത്ത്, കോവിഡും പ്രളയവും ഒക്കെ ഉണ്ടായ സമയത്ത് അവരായിരുന്നു ഭരണത്തിലെങ്കിൽ ആകെ താറുമാറായി പോകുമായിരുന്നു എന്ന് സമ്മതിക്കുന്നവരാണ്. അത്തരം അനുഭവങ്ങൾ പറഞ്ഞു കേട്ടത് അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലൊക്കെ പല രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരുണ്ട്. പക്ഷെ അവരുമായി എല്ലാം സംസാരിക്കുമ്പോൾ അവരൊക്കെ തന്നെ ഈ അഭിപ്രായം പങ്കുവെക്കുന്നവരാണ്. ഇത്തരം പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിനാണ് എന്ന് എല്ലാവരും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. മാത്രവുമല്ല, നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവരും അനുഭവിക്കുന്നതാണ്, അവരുടെയും അനുഭവത്തിലുള്ളതാണ്. പാർട്ടി വ്യത്യസ്തമാണെന്ന് കരുതി നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വീകരിക്കില്ല എന്നർത്ഥമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, രാഷ്ട്രീയമായി അദ്ദേഹം കോൺഗ്രസ് ആയിരിക്കും, LDFനെ എതിർക്കും. പക്ഷേ ഒരിക്കലും അദ്ദേഹം UDF ഭരണകാലത്തുള്ളതുപോലെ പവർ കട്ട് വേണം, തിരിച്ചു വരണം എന്നാഗ്രഹിക്കില്ല. അതൊരു സാമാന്യ നിയമമാണ്. അങ്ങനെ ആരും ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ടാവില്ല. കോൺഗ്രസ് ആയി എന്നതുകൊണ്ട് പരീക്ഷയായാലും പാഠപുസ്തകം കിട്ടാത്ത UDF കാലം തിരിച്ചു വരണം എന്നവരാഗ്രഹിക്കില്ല. കോൺഗ്രസ് ആയതുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നിന്നു പോകണം എന്നും ആഗ്രഹിക്കില്ല. അപ്പോൾ നല്ല മാറ്റങ്ങളൊക്കെ രാഷ്ട്രീയ കാരണം കൊണ്ട് അഭിപ്രായം എന്തു പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അത്തരം കാര്യങ്ങൾ സ്വീകരിക്കപ്പെടും എന്നതാണ് വസ്തുത. ഈ മലയോര അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? വോട്ട് ചോദിച്ച് ആ മേഖലകളിലേക്കൊക്കെ പോകുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങളുള്ളൊരു മേഖലയാണല്ലോ. തീർച്ചയായിട്ടും ഞാൻ മലയോരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ കുട്ടിക്കാലം മലയോരം അല്ലെങ്കിൽ താഴ്വര അല്ലെങ്കിൽ ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം വരാത്ത മലയോരം തന്നെയാണ്. മലയോര ജനത ഇപ്പോൾ ഈ വന്യജീവി ആക്രമണം വലിയൊരു ഭീഷണിയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അവരുടെ ജീവനും സ്വത്തിനും കൃഷിക്കും സംരക്ഷണം കൊടുക്കുന്നതിൽ ഒരു പരിഗണനയും വന്യജീവി സംരക്ഷണ നിയമം കൊടുക്കുന്നില്ല. ആ നിയമം സത്യത്തിൽ മലയോര കർഷകരുടെ താല്പര്യങ്ങളെ പരിഗണിക്കാത്ത ഒരു നിയമമാണ്. ആ നിയമം പൊളിച്ചെഴുതണമെന്ന അഭിപ്രായമാണ് LDFനുള്ളത്. അത് ഭേദഗതി ചെയ്യണം. അത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. കേരള നിയമസഭയ്ക്ക് അതിനെ മറികടക്കാനുള്ള അധികാരമില്ല. അപ്പോൾ പാർലമെൻറ്റ് ഏത് കാലത്താണ് പാസ്സാക്കിയതെന്നും ആരാണ് പാസ്സാക്കിയതെന്നും ഒരു യോഗത്തിലും ഞാൻ ആരോടും ഉന്നയിച്ചിട്ടില്ല. അല്ലെങ്കിൽ കാരണം അത്തരമൊരു തർക്കത്തിലേക്ക് പോകുന്നതല്ല നല്ലത്. എല്ലാവർക്കും അറിയാം അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ അത് ഭേദഗതി ചെയ്യണം. അവർക്കേ അതിനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ആ ആവശ്യം രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു വരേണ്ട ഒരു ആവശ്യമാണ്.
വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം എന്ന് പറയാൻ കോൺഗ്രസ്സിന് ഒരു ലജ്ജ തോന്നേണ്ട കാര്യമില്ല. 72 ആ കാലത്ത് എന്തോ ആവട്ടെ, ഇപ്പോൾ അത് ഭേദഗതി ചെയ്യണമെന്നവർ ധൈര്യമായി പറയാൻ തയ്യാറാവണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും നിലപാടുള്ളവരും ഈ കാര്യത്തിൽ ഒരുമിക്കണം. എല്ലാവരും ഒരുമിച്ചൊരു വലിയ കൂട്ടായ്മ ഉയർന്നു വരണം. ആ ആവശ്യം അംഗീകരിക്കപ്പെടുന്നത് വരെ ഒരു വലിയ ശക്തിയായി, ഒരു വലിയ പ്രസ്ഥാനമായി ഈ ആവശ്യം ഉയർന്നു വരണം എന്ന അഭിപ്രായമാണ് ഉള്ളത്. അതോടൊപ്പം വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി ചെറുക്കാൻ ഒരു സമഗ്രമായ പദ്ധതി കേരളം തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്രം അംഗീകാരം കൊടുക്കണം. മലയാളികളായ മലയോര കർഷകരുടെ ജീവന് വില കൽപ്പിക്കണം കേന്ദ്ര സർക്കാർ എന്നതാണ് ആവശ്യം. അപ്പോൾ അക്കാര്യത്തിൽ മലയോര കർഷകരുടെ കൂടെയാണ് LDF. മുഖ്യമന്ത്രി അതിശക്തമായ ഒരു പ്രസ്താവന കുറച്ചുനാൾ മുൻപ് പുറപ്പെടുവിക്കുകയുണ്ടായി. സാധാരണ ഒരു മുഖ്യമന്ത്രി അത്ര പറയാറില്ല, പക്ഷേ ഇപ്പം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് മലയോര കർഷകരുടെ ശബ്ദമാണ്. മലയോര കർഷകരുടെ ശബ്ദം മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ അതിൽ കാണേണ്ടതുള്ളൂ. മനുഷ്യൻ്റെ ജീവന് വെല്ലുവിളി ഉയർത്തുന്ന വന്യജീവികളെ കൊല്ലുക എന്നല്ലാതെ വേറെ മാർഗമില്ല. കാട്ടുപന്നികളെ കൊന്നാൽ, കൃഷി നശിപ്പിക്കുമ്പോൾ കൊന്നാൽ അതെങ്ങനെ സംസ്കരിച്ചു എന്ന് അന്വേഷിച്ച് നടക്കണ്ട എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് മലയോര കർഷകരുടെ ഒരു അഭിപ്രായമാണ്. അഭിപ്രായം മുഖ്യമന്ത്രി കൂടി പറഞ്ഞു എന്നതാണ് വസ്തുത. അപ്പോൾ മലയോര ജനത ഇക്കാര്യത്തിൽ മലയോര ജനതയ്ക്ക് ഗുണം ലഭിക്കാത്ത ഒരു നിയമം നിർമ്മിച്ചവരോടോ ആ നിയമം ഭേദഗതി ചെയ്യാൻ ഇപ്പോൾ അറച്ചു നിൽക്കുന്നവരോടോ അല്ല, അത് ഭേദഗതി ചെയ്യണമെന്ന് ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പമാണ് ഈ പ്രശ്നങ്ങളിൽ നിൽക്കുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 16-ലും 21-ലും നിലമ്പൂർ ചുവന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇനി ശരിയായൊരു ചുവപ്പിലേക്കാണോ നിലമ്പൂർ പോകുന്നത്? അങ്ങനെയാണ് LDF പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ സൂചനകളാണ് ഈ സ്വീകരണ കേന്ദ്രത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാനാവുന്നത്. അങ്ങനെ ചുങ്കത്തറ പഞ്ചായത്തിലൂടെയാണ് സ്വരാജ് പഠിച്ചു വളർന്ന നാട്ടിലൂടെയാണ് ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചത്, ഈ സ്വീകരണങ്ങളൊക്കെ കണ്ടത്, അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ സ്ഥാനാർത്ഥിയെ കൂടുതൽ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ ഇവിടെ വെച്ച് വിടുകയാണ്. എല്ലാ ആശംസകളും. എന്തുകൊണ്ട് നിലമ്പൂരിൽ ഇടതുപക്ഷം ജയിക്കണം? എന്തുകൊണ്ട് കേരളം 3-ാം വട്ടവും ഇടതുപക്ഷം ഭരിക്കണം? വർഗീയ വിരുദ്ധ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് സ്വരാജ് എന്ന സ്ഥാനാർത്ഥി നിലമ്പൂരിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്.